കോൺഗ്രസ് ഹൈക്കമാൻഡിന് നിരന്തരം തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ പ്രിയങ്കരനായ എം.പി. ശശി തരൂർ. ഇതാ ഏറ്റവും ഒടുവിൽ പാർട്ടിയെ അറിയിക്കാതെ അദ്ദേഹം ഇസ്രയേൽ എംബസി സന്ദർശിച്ചു, അവിടുത്തെ ഒരു വിരുന്നിൽ പങ്കെടുത്തു എന്നാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് കുറ്റപ്പെടുത്തുന്നത്. ഈ തരൂരിനെ സഹികെട്ട് ഹൈക്കമാൻഡ് പുറത്താക്കുമോ? അല്ല, അദ്ദേഹം ഇപ്പോൾ തന്നെ പുറത്താണല്ലോ. കാരണം ഈ അകത്തുള്ള നേതാക്കൾ നിരന്തരം സോണിയുടെ വീട്ടിലെ അടുക്കളക്കാരനായി മാറണം. അതായിരുന്നു അതെ, കുശിനിക്കാരനായി മാറിയാൽ മാത്രമേ കോൺഗ്രസിൽ പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ. കെ.സി. വേണുഗോപാൽ അല്ലേ, അദ്ദേഹം കരുത്തുറ്റ നേതാവായി എങ്ങനെ മാറി? നല്ല പാചകം അറിയാവുന്നതുകൊണ്ടാണ്. പിന്നീട് ഈ ഖാർഗെ, ഇദ്ദേഹത്തിനെതിരെ AICCയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മത്സരിച്ച ഖാർഗെ ഉണ്ടല്ലോ, അദ്ദേഹം എന്താണ്? അദ്ദേഹവും ഇത്തരമാണ്. നെഹ്റു കുടുംബം എന്ത് പറയുകയോ അതിനെ ഓച്ചാനിച്ച് നിൽക്കുകയാണ് ഈ ഖാർഗെയാലും. പിന്നീട് നാം കണ്ടത് കൊടിക്കുന്നിൽ സുരേഷ് ഉൾപ്പെടെയുള്ള അങ്ങനെ പല നേതാക്കളും. ഇന്ന് രാഹുൽ ഗാന്ധിക്ക് പ്രിയപ്പെട്ടവരെല്ലാം നോക്കുകയാണെങ്കിൽ ഈ രാഹുൽ ഗാന്ധിയുടെ കുടുംബത്തിന് അടിമ അല്ലെ, ഒരു അടിമ പോലെ സ്തുതിപാഠകരാണ്. അവർക്ക് മാത്രമേ അവിടെ സ്ഥാനമുള്ളൂ. അല്ലാതെ ദേശീയതയുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ അവർ പാർട്ടിക്കെതിരാണ്. ശശി തരൂർ എന്താണ് പറയുന്നത്? പാർട്ടിക്ക് ശത്രുവാണ്. അതെ, ശശി തരൂർ എവിടെ എന്താണ് പറയുന്നത്? ഇപ്പൊ അവസാനത്തിൽ നമുക്കറിയാം, ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്നത് നമ്മുടെ ദേശീയതയാണ്, പാകിസ്ഥാനെ വിമർശിക്കുകയാണ്. പക്ഷേ രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിന്റെ പിണിയാളുകളോ അവർ പറയുന്നത് എന്താണ്? ഈ ഇന്ത്യയുടെ എത്ര വിമാനങ്ങൾ തകർന്നു വീണു, ഇന്ത്യക്ക് എന്തെല്ലാം നഷ്ടങ്ങൾ സംഭവിച്ചു, ഇതെല്ലാം ആരാ ചോദ്യമാണ്? അസീം മുനീറിന്റെ ചോദ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അത് തന്നെയാണ് BJP പലതവണ ഉയർത്തിക്കാട്ടിയത്. അതിന് സമാനമായ ഇപ്പോൾ ഒരു സംഭവം ഉണ്ടായിരിക്കുകയാണ്. ഇസ്രായേൽ എംബസിയുടെ വിരുന്നിൽ പങ്കെടുത്തതാണ് തരൂറിനെ പുതുതായി പാർട്ടിക്കെതിരെ പാർട്ടിക്ക് ചൊടിപ്പിച്ചിരിക്കുന്നത്. കാരണം ഈ പുതിയൊരു പ്രവർത്തനം, കാരണം നമുക്കറിയാം ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടും എന്ത് ഇന്ത്യക്ക് പ്രതിസന്ധി ഉണ്ടായാലും ആദ്യം ഓടിയെത്തുന്ന രാജ്യത്തിന്റെ പേര് ഇസ്രായേലാണ്. അപ്പോൾ അവർ എന്ത് ചെയ്താലും ഒരു പരിധിവരെ നാം അത് അവർക്ക് പിന്തുണ നൽകുക എന്നത്, നാം ഒരു സുഹൃത്തിനെ സഹായിക്കുക എന്നത് നമ്മുടെ കർത്തവ്യമാണല്ലോ. ആ കർത്തവ്യം മാത്രമാണ് ഇന്ത്യ പല തവണയായി ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്. അത് തന്നെയാണ് ഇന്ദിരാഗാന്ധി ആയാലും മുൻപുള്ള സർക്കാരുകൾ പരിശോധിച്ചാൽ തന്നെ നമുക്കറിയാം, അങ്ങനെ തുറന്ന് ഒരു കാലത്ത് നമ്മൾ ഇസ്രയേലിനെ എതിർത്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് ഇത്തരം എതിർപ്പ് പ്രകടിപ്പിക്കണമെന്നാണ്. അതിനെന്തായാലും ശശി തരൂർ തയ്യാറല്ല. അദ്ദേഹം ഇസ്രയേൽ സംഘടിപ്പിച്ച ഒരു വിരുന്നിൽ പങ്കെടുത്തു. അതിനെതിരെയാണ് കോൺഗ്രസിന്റെ പല നേതാക്കളും സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള എതിർപ്പ് പ്രകടിപ്പിക്കുന്നത്. ആ എതിർപ്പൊന്നും ശശി തരൂർ കുറച്ചു കാലങ്ങളായി തന്നെ അദ്ദേഹം പരിഗണിക്കാറില്ല. അദ്ദേഹത്തിനെതിരെ വിമർശനം ഉണ്ടാകുമ്പോൾ അദ്ദേഹം പറയാറുണ്ടല്ലേ, ദേശീയത ഉയർത്തി ഞാൻ എന്താണ് കോൺഗ്രസിനെ വിമർശിക്കുന്നില്ല. അതോടൊപ്പം തന്നെ കോൺഗ്രസിനെ വിമർശിച്ച് അദ്ദേഹം BJPയുടെ പരിപാടിയിൽ പങ്കെടുത്തു. അതോടൊപ്പം തന്നെ BJPയുടെ ശത്രുക്കളോടൊപ്പം ചേർന്ന് കോൺഗ്രസിന്റെ ശത്രുക്കളോടൊപ്പം ചേർന്ന് ഈ കോൺഗ്രസിനെ വിമർശിക്കാൻ നിന്നു. അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അദ്ദേഹം തുടർച്ചയായി ദേശീയത പറയുന്നു. അത് അദ്ദേഹത്തിന്റെ നിലപാടാണ്. കാരണം അദ്ദേഹം എപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഒക്ടോബർ 7 നടന്ന ഒക്ടോബർ 7 നടന്ന അതിദാരുണമായ ഒരു ജൂതവേട്ട എന്ന് തന്നെ പറയാം. ഇസ്രയേലിൽ നടന്ന ഹമാസ് നടത്തിയ ജൂതവേട്ട. ഹമാസിന്റെ ഭീകരർ ഇരച്ചു കയറി നമ്മുടെ പെഹൽഗാമിൽ എന്താണോ സംഭവിച്ചത് അതിന് സമാനമായി തന്നെ അവിടുത്തെ ടൂറിസ്റ്റുകളെ വേട്ടയാടുന്നു, കുട്ടികളെ കൊലപ്പെടുത്തുന്നു, സ്ത്രീകളെ കൊലപ്പെടുത്തുന്നു. ആ രീതിയിലേക്കുള്ള ഒരു ആക്രമണമാണ് അന്നുണ്ടായത്. അത് പലതവണ ശശി തരൂർ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഈ ഹമാസിന് അനുകൂലമായി കോഴിക്കോട് കടപ്പുറത്ത് ലക്ഷങ്ങളെ പങ്കെടുപ്പിച്ച് നടന്ന ആ യോഗത്തിൽ പോലും ശശി തരൂർ കൃത്യമായി തന്നെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം വലിയ വേട്ടയായിരുന്നു. പിന്നീട് പല ഈ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂർ പരാജയപ്പെടും. അതിനുള്ള കാരണം ഈ ഹമാസിനെതിരായി സംസാരിച്ചത് കൊണ്ട് തിരുവനന്തപുരത്തെ മുസ്ലിം വോട്ടുകൾ മുഴുവൻ CPM-ലേക്ക് പോകും, അങ്ങനെ ശശി തരൂർ പരാജയപ്പെടുമെന്ന് പറഞ്ഞിരുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട്. പക്ഷെ അങ്ങനെ വിമർശനം ഉണ്ടായിട്ടും അദ്ദേഹം പിന്നോട്ടില്ല. അതിന്റെ ഒരു തെളിവാണ് അദ്ദേഹം ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നത്. അന്ന് ഹമാസ് തീവ്രവാദികൾ എന്ന് പറഞ്ഞ ശശി തരൂർ തന്നെയാണ് ഇന്ന് ഇസ്രയേലിന്റെ വിരുന്നിൽ പങ്കെടുത്ത അദ്ദേഹത്തിന്റെ സന്ദേശം എന്താണെന്ന് ഈ സമൂഹത്തോടും കോൺഗ്രസിനോടും വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഈ ഇസ്രയേലുമായി ബന്ധപ്പെട്ട് ഇന്ത്യ അവരുടെ ബന്ധങ്ങളിൽ നിന്നും പിന്മാറണം, ഇന്ത്യ ഇസ്രയേൽ ബന്ധങ്ങളിൽ നിന്നും പിന്മാറണമെന്ന് സോണിയാഗാന്ധി പലതവണ ആവർത്തിക്കുകയാണ്. അതോടൊപ്പം മറ്റൊരു നേതാവിന്റെ പേര് കൂടി ഈ സമയത്ത് ഓർക്കേണ്ടിയിരിക്കുന്നു. അത് MA ബേബിയാണ്. MA ബേബിയുടെ വെല്ലുവിളിയാണ് ഇന്ത്യ ഉടൻ തന്നെ പിന്മാറണം, ഇസ്രയേൽ
രക്തപ്പുഴ ഒഴുക്കുന്ന രാജ്യമാണ്, ഭീകര രാഷ്ട്രമാണ്, തെമ്മാടി രാഷ്ട്രമാണ്. ആ രീതിയിലേക്കുള്ള എല്ലാ പ്രസ്താവനകളും വരുന്നുണ്ട്. ചിലപ്പോൾ മോദി കാര്യമായി എടുത്താലുണ്ട്. എന്തായാലും സോണിയാഗാന്ധിയുടെ ഇത്തരം പരാമർശങ്ങളൊന്നും അദ്ദേഹം കാര്യമായി എടുക്കാറില്ല. കാരണം ഈ നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് തന്നെ ഏറ്റവും ഗുണകരമായ പല പ്രസ്താവനകളും നടത്തിയിട്ടുള്ള ഒരു നേതാവാണ് സോണി. അദ്ദേഹത്തെ മരണത്തിന്റെ വ്യാപാരിയായി ഗുജറാത്തിലെ തിരഞ്ഞെടുപ്പ് കാലത്ത് എത്തി അദ്ദേഹത്തെ വിശേഷിപ്പിക്കുകയും അതിനുശേഷം ഗുജറാത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് ഈ നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. ആ തെരഞ്ഞെടുപ്പില്ലാത്ത ഭൂരിപക്ഷമായിട്ട് ഗുജറാത്തിൽ BJP അധികാരത്തിലെത്തി. നമുക്ക് ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അറിയാം, പല സർവേകളും വന്നപ്പോൾ BJPക്ക് വലിയ തിരിച്ചടിയായിരുന്നു പ്രവചിച്ചിരുന്നത്. പക്ഷേ ആ ഗുജറാത്തി വികാരം ഈ സോണിയാഗാന്ധി കാരണം ഇളക്കി വിടുകയും പിന്നീട് മുഴുവൻ ചരിത്രമാണല്ലോ. ആ ചരിത്രം ഇപ്പോഴും തുടരുകയാണ്. ഇവിടെ പ്രധാനമന്ത്രിയായി മോദി തുടരുകയാണ്. പിന്നീട് അദ്ദേഹത്തിന്റെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് തന്നെ, സോണിയാഗാന്ധിയുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് തന്നെ വലിയ വിമർശനങ്ങൾ ഉണ്ടാകുന്നു. ആ വിമർശനങ്ങളെല്ലാം മോദിയുടെ വഴി എളുപ്പമാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് തന്നെയാണ് ഇപ്പോൾ ശശി തരൂരിനോടും പാർട്ടി സ്വീകരിക്കുന്നത്. അദ്ദേഹത്തിനെതിരെ വലിയ വിമർശനങ്ങൾ ഉണ്ടാകുന്നു. വളരെ രൂക്ഷമാണ്. അതാണ് ഞാൻ മുൻപ് പറഞ്ഞത്. ഇത്തരം ആക്രമണങ്ങൾ ശശി തരൂരിന് ഗുണമാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ മുന്നോട്ടുള്ള നെഗറ്റീവ് പബ്ലിസിറ്റി ആണെങ്കിലും അത് അദ്ദേഹത്തിന് ഗുണം ചെയ്യുന്നുണ്ട്. കാരണം അദ്ദേഹം തന്നെ ചിന്തിക്കും, എത്ര നാൾ ഇങ്ങനെ MP ആയി മുന്നോട്ട് പ്രതിപക്ഷ ബെഞ്ചിലിരിക്കും. 2009 മുതൽ തന്നെ അദ്ദേഹം കോൺഗ്രസിനൊപ്പമാണ്. കാരണം ഒരു മുന്നേറ്റമില്ല. എല്ലാ കാലത്തും ഇനി തിരുവനന്തപുരത്ത് MP ആയിരുന്നു മാത്രം മതിയോ? സംസ്ഥാനത്ത് വലിയ മന്ത്രിസ്ഥാനമോ വലിയ മുഖ്യമന്ത്രി കസേര മോഹിച്ചാൽ അതിനാണെങ്കിൽ കേരളത്തിലെ പാർട്ടിക്കാര് 900,000 പേര് നിരന്ന് നിൽക്കുകയാണ്. അതിന് സമ്മതിക്കുന്നുമില്ല. കാരണം അദ്ദേഹത്തിന് ചെറിയ ഇടക്കാലത്ത് ഈ മുഖ്യമന്ത്രി മോഹവുമായി കേരളത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അന്ന് ഈ കേരളത്തിലെ എല്ലാ നേതാക്കളും വലിയ കടന്നാക്രമണം നടത്തുകയും അദ്ദേഹത്തിനെതിരെ തിരിയുകയും ചെയ്തു. അതിന്റെ ലക്ഷ്യം എന്താണ്? പ്രധാനമായി അദ്ദേഹത്തെ ഇവിടെ അടുപ്പിക്കാതിരിക്കുക. അദ്ദേഹം വന്നാൽ ചിലപ്പോൾ നാം അത് ഈ 2024 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെ ആ ചർച്ച ഉണ്ടായിരുന്നു. ഈ ഖാർഗെക്ക് പകരം ശശി തരൂരാണെങ്കിൽ ഈ കോൺഗ്രസിന് ഒരു 50 സീറ്റ് കൂടി ദേശീയ അധ്യക്ഷനായിട്ടിരുന്നിരുന്നതെങ്കിൽ കോൺഗ്രസിന് ഏറ്റവും കുറഞ്ഞ ഒരു 50 സീറ്റുകൾ കൂടി വിജയിക്കാൻ സാധിച്ചേനെ. അതേ രീതിയാണ് കേരളത്തിലും. ഇദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് പ്രഖ്യാപിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ പ്രത്യേകിച്ച് കോൺഗ്രസിന് വലിയ നേട്ടമായി മാറും. ഈ പ്രത്യേകിച്ച് യുവാക്കളുടെ, സ്ത്രീകളുടെ എല്ലാം വോട്ട് വലിയ രീതിയിൽ ഇപ്പൊ കോൺഗ്രസിലേക്ക് ചെറുപ്പക്കാരുടെ വോട്ട്. കാരണം ഈ സ്ത്രീകളുടെ വോട്ടും ചെറുപ്പക്കാരുടെ വോട്ടും പിന്നോക്കരുടെ വോട്ടുമാണ് കൃത്യമായി തന്നെ CPM-ന് ലഭിക്കുകയാണ്. അതിലേക്ക് കടന്നു കയറാൻ ഇപ്പോഴും കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുത്തു നോക്കിയാലും ആ വോട്ട് ബാങ്ക് കൃത്യമായി തന്നെ LDF-നോടൊപ്പം നിൽക്കുകയാണ്. ആ വോട്ട് ബാങ്ക് കോൺഗ്രസിലേക്ക് കടന്നു വരാതെ അവർക്ക് എങ്ങനെ വിജയിക്കാൻ കഴിയും? അവർ പറയുകയാണ്, ഇവിടെ എല്ലാ തയ്യക്കടയിലും മുഖ്യമന്ത്രി കുപ്പായം തയ്ക്കാൻ കൊടുത്തിരിക്കുകയാണ്. ഈ ഇടക്കാലത്ത് അതുമായി ബന്ധപ്പെട്ട് ഖാദിയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച വന്നപ്പോൾ പറയുകയാണ്, ഞങ്ങൾ അധികാരത്തിൽ വരും, അപ്പോൾ ഖാദിക്ക് കൂടുതൽ ഊർജ്ജം ലഭിക്കുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ. 60 കൊല്ലം അവർ ഭരിച്ചിട്ട് ഖാദിക്ക് വേണ്ട ഊർജ്ജം കിട്ടിയത് ഇപ്പൊ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമാണ് അതിൽ ചില മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങി. ഇപ്പോൾ യുവ നേതാക്കൾക്കിടയിൽ ഖാദിയുമായി ബന്ധപ്പെട്ട് ചെറിയ തർക്കങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഒരു പ്രതികരണം ചോദിക്കുമ്പോഴാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്, ഇനി 1 വർഷം കഴിഞ്ഞാൽ ഞങ്ങൾ അധികാരത്തിലേക്ക് വരും, അപ്പോൾ ഖാദിക്ക് വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഖാദിക്ക് മുന്നേറ്റം യാലും ഇനി കാര്യമില്ല. പക്ഷേ ഈ വോട്ട് ബാങ്കിലേക്ക് അവർക്ക് എങ്ങനെ കടന്നു കയറാൻ കഴിയുമെന്ന് അവർ ചിന്തിക്കുന്നില്ല. അതിന് ഒറ്റ ഉദാഹരണമേ ഉള്ളൂ, ശശി തരൂരാണ്. അദ്ദേഹത്തിന് വളരെ എളുപ്പം തന്നെ ഈ വോട്ട് ബാങ്കിലേക്ക് കടന്നു കയറാൻ കഴിയും. അദ്ദേഹം അത് പലതവണ തെളിയിച്ചിട്ടുള്ളതാണ്. ഈ 2009 മുതൽ 2024 വരെയുള്ള തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തിരുവനന്തപുരത്ത് തെളിയിച്ചിട്ടുണ്ട് ഇങ്ങനെ യുവാക്കളുടെ വോട്ടിലേക്കും സ്ത്രീകളുടെ വോട്ടിലേക്കും പിന്നോക്ക സമുദായത്തിന്റെ വോട്ടിലേക്കും മത്സ്യത്തൊഴിലാളികളുടെ ഇടയിലേക്കും എങ്ങനെ കടന്നു ചെല്ലാമെന്ന് തെളിയിച്ച ഒരു വ്യക്തിയാണ് ശശി തരൂർ. അതെന്തായാലും കോൺഗ്രസ് തിരിച്ചറിയുന്നില്ല. ചേട്ടൻ മുൻ ചർച്ചയിലെല്ലാം സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം കാത്തിരിക്കുകയാണ് കൃത്യസമയം നോക്കി. കൃത്യസമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ നിർണായകമായ തീരുമാനമുണ്ടാകും.